ഓൾ ഓഫ് യു ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോറിൻ പോളിസിയാണ്. ഇതിൻ്റെ മീനിങ്ങും ഒബ്ജക്റ്റീവ്സും അതുകൂടാതെ പ്രിൻസിപ്പിൾസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. മീനിങ് ഓഫ് ഫോറിൻ പോളിസി. ഫോറിൻ പോളിസി റെഫേഴ്സ് ടു ദ സ്ട്രാറ്റജി, decisions and actions adopted by a state in its relation with other countries and international actors. അതായത് ഒരു രാജ്യം മറ്റു രാജ്യവുമായിട്ട് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ സ്വീകരിക്കുന്ന സ്ട്രാറ്റജീസ്, ഡിസിഷൻ, ആക്ഷൻസ് എല്ലാമാണ് ഫോറിൻ പോളിസിയിൽ പറയുന്നത്. ഡെഫിനിഷൻ: ജോർജ് മോഡൽസ്കി. Foreign policy is the system of activities evolved by communities for changing the behavior of other states. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ഫോറിൻ പോളിസി. ഗോൾ ഓറിയൻറ്റഡ്, അതായത് നമുക്കറിയാം നാഷണൽ ഇൻട്രസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡൈനാമിക് ആണ്, ചേഞ്ചസ് വിത്ത് ടൈം ആൻഡ് സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ബേസ്ഡ് ഓൺ നാഷണൽ പവർ, നമ്മുടെ നാഷണൽ പവറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇവോൾവ് ഡിപ്ലോമസി, വാർ, അലയൻസസ്, ട്രീറ്റീസ്, ഇങ്ങനെയുള്ള എല്ലാം ഈ ഫോറിൻ പോളിസിയുടെ ഫീച്ചേഴ്സാണ്. എന്തൊക്കെയാണ് എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഫോറിൻ പോളിസി എയിംസ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രൊമോട്ട് നാഷണൽ ഇൻട്രസ്റ്റ്. ദേശീയ താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എന്നാലും അതുകൂടാതെയുള്ള പ്രൈമറി, സെക്കൻഡറി ഒബ്ജക്റ്റീവ്സും ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. പ്രൈമറി ഗോൾസാണ് ആദ്യം പറയുന്നത്. പ്രൈമറി ഒബ്ജക്റ്റീവ്സ് അഥവാ കോർ ഗോൾസ്. ഒന്നാമത്തെ നാഷണൽ സെക്യൂരിറ്റി. നാഷണൽ സെക്യൂരിറ്റിയിൽ വരുന്നത് പ്രൊട്ടക്റ്റ് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവർണിറ്റി. അപ്പോൾ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയും സോവർണിറ്റിയും പ്രൊട്ടക്റ്റ് ചെയ്യുക. ദെൻ പ്രിവൻറ്റ് എക്സ്റ്റേണൽ പുറത്തുനിന്ന് വരുന്ന അഗ്രഷൻ തടയുക. ദെൻ മെയിൻറ്റെയിൻ നമ്മുടെ മിലിറ്ററി സ്ട്രെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. എക്സാമ്പിൾ പറയുന്നുണ്ട്: ഡിഫെൻസ്, അലയൻസസ്, ബോർഡർ സെക്യൂരിറ്റി എക്സെട്ര. രണ്ടാമത്തത് എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ നാഷണൽ സെക്യൂരിറ്റി നൽകി നമ്മുടെ രാജ്യത്തിന്. അടുത്തത് നമ്മൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് നൽകുകയാണ്. അതായത് ടു പ്രൊമോട്ട് ദ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ എൻഷുവേഴ്സ് ആക്സസ് ടു റിസോഴ്സസ്, എൻകറേജ് ടെക്നോളജി ട്രാൻസ്ഫർ. ഇതെല്ലാമാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. എക്സാമ്പിൾ ട്രേഡ് എഗ്രിമെൻറ്റ്സ് അല്ലേ, നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന ട്രേഡ് എഗ്രിമെൻറ്റ്സ്, ഫോറിൻ എയ്ഡ് എക്സെട്ര. മൂന്നാമത്തെ പ്രൈമറി ഒബ്ജക്റ്റീവാണ് പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ്, പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഇൻട്രസ്റ്റ്, ദെൻ സേഫ് ഗാർഡ് സിറ്റിസൺസ് എബ്രോഡ്. ഇനി എന്തൊക്കെയാണ് സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ്? നമ്മൾ ചോദിക്കാറുണ്ട് താഴെ തന്നിരിക്കുന്നതിൽ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എ ആണോ ബി ആണോ, എയും ബിയും അല്ലെങ്കിൽ സിയും ഡിയും അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളത് പോയിൻറ്റ്സ് ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസാണ്. ഇൻ്റർനാഷണൽ സമാധാനം പ്രൊമോട്ട് ചെയ്യുക. അതായത് അവോയ്ഡ് വാർ ആൻഡ് കോൺഫ്ലിക്ട്സ്, ദെൻ സപ്പോർട്ട് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ലിങ്ക്ഡ് വിത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് യുണൈറ്റഡ് നാഷൻ. ഇതൊന്നും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, നമ്മളൊന്ന് ജസ്റ്റ് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അടുത്തതാണ് എസ്റ്റാബ്ലിഷിംഗ് ഫ്രണ്ട്ലി റിലേഷൻ. മറ്റ് രാജ്യങ്ങളുമായിട്ട് ഫ്രണ്ട്ലി റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഡിപ്ലോമാറ്റിക് റിലേഷൻസ് വിത്ത് അതർ സ്റ്റേറ്റ്, ദെൻ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് എക്സെട്ര. അടുത്ത ഒബ്ജക്റ്റീവ് പ്രൊമോഷൻ ഓഫ് ഐഡിയോളജിയാണ്. ഡെമോക്രസി, അതുപോലെ സോഷ്യലിസം, അതുപോലെയുള്ള പൊളിറ്റിക്കൽ വാല്യൂസ് സ്പ്രെഡ് ചെയ്യുക. ദെൻ ഇൻഫ്ലുവൻസ് ഗ്ലോബൽ ഒപ്പീനിയൻ, അതിൻ്റെ ഒരു സ്വാധീനം. എക്സാമ്പിൾ റോൾ ഓഫ് ജവഹർലാൽ നെഹ്റു ഇൻ പ്രൊമോട്ടിങ് അല്ലേ, നാമിന് പ്രൊമോട്ട് ചെയ്യാൻ ഇന്ത്യയിൽ നിന്നും സൈൻ ചെയ്ത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നാമിൻ്റെ ഇമ്പോർട്ടൻസ്. ദെൻ പ്രസ്റ്റീജ് ആൻഡ് സ്റ്റാറ്റസ്, എൻഹാൻസ് ഇൻ്റർനാഷണൽ റെപ്യൂട്ടേഷൻ, ദെൻ ബിക്കം എ ഗ്ലോബൽ അല്ലെങ്കിൽ റീജിയണൽ പവർ. അത് നമ്മുടെ പ്രസ്റ്റീജ് ആൻഡ് സ്റ്റാറ്റസ് ആണ്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽസ് എബ്രോഡ്, ദെൻ സേഫ്റ്റി ഓഫ് സിറ്റിസൺ വർക്കിംഗ് ഓർ ലിവിങ് ഓവർസീസ്, ദെൻ എവാക്വേഷൻ ഡ്യൂറിങ് ക്രൈസിസിൻ്റെ ടൈമിൽ നമ്മൾ ഇവാക്വേഷൻ അവൈലബിലിറ്റി, അതുപോലെ തന്നെ സേഫ്റ്റി ഓഫ് സിറ്റിസൺസ് വർക്കിംഗ് ഓർ ലിവിങ് ഓവർസീസിലുള്ള അവരുടെ സേഫ്റ്റി. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഫോറിൻ പോളിസി. ഫോറിൻ പോളിസിയുടെ ഇൻസ്ട്രുമെൻറ്റ്സ് പ്രധാനമായിട്ടും എന്തൊക്കെയാണ്?
ഡിപ്ലോമസി അല്ലേ? ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു മാർഗ്ഗം ഉപയോഗിച്ചാണ് നമ്മൾ ഫോറിൻ പോളിസിയിൽ ഏറ്റവും കൂടുതൽ. ദെൻ എക്കണോമിക് ടൂൾസ്, നമ്മുടെ എയ്ഡ് ആൻഡ് സാങ്ഷൻസ് ലഭിക്കുന്നത്. ദെൻ നമ്മുടെ മിലിറ്ററി പവർ, ദെൻ പ്രൊപ്പഗൻഡ ആൻഡ് കൾച്ചറൽ ഡിപ്ലോമസി. അപ്പോൾ ഇതൊന്ന് പേര് ഓർത്ത് വെക്കുക. ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഫോറിൻ പോളിസി. താഴെ തന്നിരിക്കുന്നതിൽ ഫോറിൻ പോളിസിയുടെ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലാത്തതേത് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതാണെന്ന് പഠിച്ചു വെക്കണം. ഡിപ്ലോമസി, എക്കണോമിക് ടൂൾ, മിലിറ്ററി, കൾച്ചറൽ ഓർ പ്രൊപ്പഗൻഡ. അടുത്തത് ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഫോറിൻ പോളിസിയുടെ ഡിറ്റർമിനൻറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ ജോഗ്രഫി, രാജ്യത്തിൻ്റെ ഹിസ്റ്ററി, അവരുടെ എക്കണോമി എങ്ങനെയാണ്, അവരുടെ മിലിറ്ററി സ്ട്രെങ്ത് എങ്ങനെയാണ്, പിന്നെ ലീഡർഷിപ്പ്, പബ്ലിക് ഒപ്പീനിയൻ, ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ്, ഇതെല്ലാം ഫോറിൻ പോളിസിയെ ഡിറ്റർമിനൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇത് മറന്നുപോയത് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ. നമ്മുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസുമാണ് അല്ലേ? വളരെ സമാധാനപരമായിട്ടുള്ള ഒരു സഹവർത്തിത്വമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് നോൺ അലൈൻ മൂവ്മെൻറ്റിലാണ്. പിന്നെ റെസ്പെക്റ്റ് ഫോർ സോവറിനിറ്റി ആൻഡ് ടെറിട്ടോറിയൽ ഇൻ്റെഗ്രിറ്റി അല്ലേ? പരമാധികാരവും അതുപോലെ തന്നെ ടെറിട്ടോറിയൽ ഇൻ്റെഗ്രിറ്റിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. പിന്നെ ആക്റ്റീവ് റോൾ ഇൻ യുഎന്നിൻ്റെ ആക്റ്റീവ് റോൾ, ഇത് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ പ്രത്യേകതയാണ്. നെക്സ്റ്റ്, ലെവൽസ് ഓഫ് ഫോറിൻ പോളിസി. ഫോറിൻ പോളിസി ഓപ്പറേറ്റ്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവലിൽ നിന്നുകൊണ്ട്. ഒന്നാമത്തത് ബൈലാറ്ററൽ ലെവൽ. അപ്പോൾ ഫോറിൻ പോളിസിയുടെ ലെവൽസ് എന്തൊക്കെയാണ്? ബൈലാറ്ററൽ ലെവലാണ്. അതിൽ വരുന്നത് റിലേഷൻ ബിറ്റ്വീൻ ടു കൺട്രീസ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളത് ബൈ അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ്? USA ആൻഡ് ഇന്ത്യ തമ്മിലുള്ള റിലേഷൻസ് ബൈലാറ്ററൽ ലെവലിൽ വരുന്നതാണ്. ദെൻ റീജിയണൽ ലെവൽ വരുന്നുണ്ട്. അതിൽ പോളിസി ടുവാർഡ്സ് റീജിയൻ, അതായത് എക്സാമ്പിൾ ഇന്ത്യസ് നൈബർഹുഡ് ഫസ്റ്റ് പോളിസി. നമുക്കറിയാം ഇന്ത്യ അയൽരാജ്യങ്ങളുമായിട്ട് വളരെ നല്ല ബന്ധമാണ്. അപ്പോൾ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം അല്ല, ഇന്ത്യ ചൈനയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ നമ്മൾ അയൽരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദെൻ ഗ്ലോബൽ ലെവലിലേക്ക് എങ്ങനെയാണ് നമ്മൾ വരുന്നത്? റോൾ ഇൻ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് നമ്മൾ UN പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്ലോബൽ ലെവലിലുള്ള ഒരു ഫോറിൻ പോളിസി ബന്ധമാണ് നമ്മുടെ. അപ്പോൾ ബൈലാറ്ററൽ, റീജിയണൽ, ഗ്ലോബൽ. ദെൻ ടൈപ്സ് ഓഫ് ഫോറിൻ പോളിസി. ഒന്നാമത് സ്റ്റാറ്റസ് ക്വോ പോളിസി, മെയിൻറ്റെയിൻ എക്സിസ്റ്റിംഗ് ഇൻ്റർനാഷണൽ ഓർഡർ. അപ്പോൾ പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ എക്സിസ്റ്റിംഗ് ഇൻ്റർനാഷണൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് സ്റ്റാറ്റസ് ക്വോ പോളിസി. ദെൻ റിവിഷനിസ്റ്റ് പോളിസി, അതായത് ചേഞ്ച് എക്സിസ്റ്റിംഗ് പവർ സ്ട്രക്ചർ, നിലവിലുള്ള പവർ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യുക. മൂന്നാമത്തത് ഇമ്പീരിയലിസ്റ്റ് പോളിസിയാണ്, അതായത് എക്സ്പാൻഡ് ഇൻഫ്ലുവൻസ് ഓർ ടെറിറ്ററി. ഓക്കെ, അടുത്ത കീ കോൺസെപ്റ്റ്സ് ആണ്. എന്താണെന്ന് നോക്കിക്കേ. നാഷണൽ ഇൻട്രസ്റ്റ്, കോർ ഐഡിയ ബിഹൈൻഡ് ഓൾ ഫോറിൻ പോളിസി ഡിസിഷൻ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി നോക്കി, എക്കണോമിക് വെൽഫെയറിന്, ഐഡിയോളജിക്കൽ ഗോൾസ്, ഇത് മൂന്നും എയിം ചെയ്യുക എന്നതാണ് നാഷണൽ ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് ബാലൻസ് ഓഫ് പവറാണ്. പ്രിവെൻറ്റ് ഡോമിനൻസ് ഓഫ് വൺ സ്റ്റേറ്റ് അല്ലേ? ഒരു രാജ്യത്തിൻ്റെ ഡോമിനൻസ് പ്രിവെൻറ്റ് ചെയ്യുക. ദെൻ മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം എമംഗ് സ്റ്റേറ്റ്സ്. അടുത്തതാണ് ഡിപ്ലോമസി, പീസ്ഫുൾ മെത്തേഡ് ഓഫ് കണ്ടക്ടിങ് ഫോറിൻ പോളിസി. ദെൻ ഇൻക്ലൂഡ്സ് നെഗോഷിയേഷൻസ്, ട്രീറ്റീസ് എക്സെട്ര. സോഫ്റ്റ് പവർ, ഇത് വൺ വേർഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ഇൻഫ്ലുവൻസ് ത്രൂ കൾച്ചർ, വാല്യൂസ്, ഐഡിയാസ്. ആരാണ് ഈ സോഫ്റ്റ് പവർ എന്നുള്ള ഒരു കൺസെപ്റ്റ് പോപ്പുലറൈസ് ചെയ്ത്? ജോസഫ് നെയാണ്. ഇത് വൺ വേർഡ് ചോദിച്ചിട്ടുണ്ട്. അടുത്തതാണ് ഹാർഡ് പവർ, യൂസ് ഓഫ് മിലിറ്ററി ആൻഡ് എക്കണോമിക് ഫോഴ്സ്. ഇനി എന്തൊക്കെയാണ് ഫോറിൻ പോളിസിയുടെ ടൂൾസ് ആൻഡ് ടെക്നിക് എന്ന് നോക്കാം. ഒന്നാമത്തത് ഡിപ്ലോമാറ്റിക് നെഗോഷിയേഷൻസ് ഉപയോഗിക്കും, എക്കണോമിക് എയ്ഡ് ആൻഡ് സാങ്ഷൻസ് ഉപയോഗിക്കും, മിലിറ്ററി അലയൻസസ്, ദെൻ ഇൻ്റലിജൻസ് ആൻഡ് കവേർട്ട് ഓപ്പറേഷൻസ്, ദെൻ കൾച്ചറൽ എക്സ്ചേഞ്ചസ്, പബ്ലിക് ഡിപ്ലോമസി, മീഡിയ ഇൻഫ്ലുവൻസ് എക്സെട്ര. ഇതെല്ലാം നമ്മൾ ടൂൾസ് ആൻഡ് ടെക്നിക്സിൽ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ പേര് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനി ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഫോറിൻ പോളിസി, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ സിസ്റ്റം, പിന്നെ എക്കണോമിക് കണ്ടീഷൻ, അതുപോലെ തന്നെ ലീഡർഷിപ്പ്. എക്സാമ്പിൾ
ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ഫോറിൻ പോളിസി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണെന്ന് ആലോചിക്കുക. ദെൻ പബ്ലിക് ഒപ്പീനിയൻ, നാഷണൽ ഐഡിയോളജി ഒക്കെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇൻ്റർനാഷണൽ പവർ സ്ട്രക്ചർ, അലയൻസസ് ആൻഡ് റിവാൾറീസ്, ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് യുണൈറ്റഡ് നേഷൻ, വാർ ആൻഡ് കോൺഫ്ലിക്ട്സ്. ഇതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇൻറ്റേർണൽ ഫാക്ടേഴ്സും നോക്കി വയ്ക്കണം. ഈ ഫോറിൻ പോളിസിയുടെ ഡിസിഷൻ മേക്കിംഗ് മോഡൽസാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. റേഷണൽ ആക്ടർ മോഡൽ, ബ്യൂറോക്രാറ്റിക് പൊളിറ്റിക്കൽ മോഡൽ, ദെൻ ഓർഗനൈസേഷണൽ പ്രോസസ് മോഡൽ. റേഷണൽ ആക്ടർ മോഡലിൽ വരുന്നത് ഡിസിഷൻസ് മെയ്ഡ് ലോജിക്കലി ടു മാക്സിമൈസ് നാഷണൽ ഇൻട്രസ്റ്റ് മാക്സിമൈസ് ചെയ്യാൻ ലോജിക്കലി എടുക്കുന്ന തീരുമാനങ്ങളാണ് റേഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ബ്യൂറോക്രാറ്റിക് പൊളിറ്റിക്സ് മോഡലാണ്. ഡിസിഷൻസ് റിസൾട്ട് ഫ്രം എന്തിൻ്റെ ഫലമായിട്ട്? ബാർഗെയിനിങ് എമംഗ് ഗവൺമെൻറ് ഏജൻസീസ്. അടുത്തത് ഓർഗനൈസേഷണൽ പ്രോസസ് മോഡലാണ്. ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് റൂട്ടീൻസ്. ഇത് മുന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കുക. അടുത്തതിലേക്ക് പോകാം. ചാലഞ്ചസ് ടു ഫോറിൻ പോളിസി. എന്തൊക്കെയാണ് ഫോറിൻ പോളിസിക്ക് ഉള്ള ചാലഞ്ചസ്? ഗ്ലോബലൈസേഷൻ പ്രഷേഴ്സ്, ദെൻ ടെററിസം, ക്ലൈമറ്റ് ചേഞ്ച്, സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ് ആൻഡ് എക്കണോമിക് ഡിപ്പെൻഡൻസി. ഇതാണ് ഫോറിൻ പോളിസിക്കെതിരെയുള്ള ചാലഞ്ചസ്. ഇന്ത്യസ് ഫോറിൻ പോളിസി എന്തൊക്കെയാണ്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. കോർ പ്രിൻസിപ്പിൾസ് ആയിട്ട് പഞ്ചശീൽ, നോൺ അലൈൻമെൻറ്റ്, ആൻറ്റി കൊളോണിയലിസം. അത് ഈ വീഡിയോയിൽ തന്നെ ലാസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മോഡേൺ ഷിഫ്റ്റ്സ് ഫ്രം ഐഡിയലിസത്തിൽ നിന്ന് പ്രാഗ്മാറ്റിസത്തിലേക്ക്. സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്സ്, USA, റഷ്യ എക്സെട്ര. പിന്നെ ആക്ട് ഈസി പോളിസി മോഡേൺ ഷിഫ്റ്റിൽ വരുന്നതാണ്. നവീന മാറ്റങ്ങൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കീ പേഴ്സണാലിറ്റീസ്. ജവഹർലാൽ നെഹ്റു ആർക്കിടെക്റ്റ് ഓഫ് ഫോറിൻ പോളിസി ഇൻ ഇന്ത്യ ചോദിക്കാറുണ്ട്. ജവഹർലാൽ നെഹ്റുവാണ്. അസർട്ടീവ് ഫോറിൻ പോളിസി ഇന്ദിരാഗാന്ധിയാണ്. ഇത് രണ്ടും ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഫോറിൻ പോളിസിയും ഡിപ്ലോമസിയും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. ഫോറിൻ പോളിസിയിൽ ബ്രോഡ് സ്ട്രാറ്റജിയാണ്. ഡിപ്ലോമസി എന്ന് പറയുന്നത് മെത്തേഡാണ്, ഒരു ടൂളാണ്. ഫോറിൻ പോളിസി ഡിസൈഡ് ബൈ ലീഡേഴ്സാണ് തീരുമാനിക്കുന്നത്. ഡിപ്ലോമസിയോ ഇംപ്ലിമെൻറ്റഡ് ബൈ ഡിപ്ലോമാറ്റ്സ്. ഇനി ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. ഡിപ്ലോമസി എന്ന് പറയുന്നത് ഷോർട്ട് ടേം പ്രോസസ്സാണ്. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി. ഇന്ത്യാസ് ഫോറിൻ പോളിസി ഈസ് ഗൈഡഡ് ബൈ എ സെറ്റ് ഓഫ് കോർ പ്രിൻസിപ്പിൾസ് റൂട്ടഡ് ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി, ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. അപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗൈഡഡ് ബൈ ഒരു കൂട്ടം കോർ പ്രിൻസിപ്പിൾസാണ് ഇതിനെ ഗൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഹിസ്റ്ററി, ചരിത്രം, അതുപോലെ നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾസ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എല്ലാം ഇതിൽ ഉൾപ്പെടും. ലീഡേഴ്സ് ലൈക്ക് ജവഹർലാൽ നെഹ്റു പ്ലേഡ് എ കീ റോൾ ഇൻ ഷേപ്പിംഗ് ദീസ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഫോറിൻ പോളിസിയായിട്ട് ബന്ധപ്പെട്ട് ഒരു കീ റോള് നെഹ്റുവിന് ഉണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്? ഒന്നാമത്തത് പഞ്ചശീൽ, ദ 5 പ്രിൻസിപ്പിൾസ് ഓഫ് പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് അല്ലേ. പഞ്ചശീലിന് 5 പ്രിൻസിപ്പിൾസ്. ഒന്നാമത്തത് മ്യൂച്വൽ റെസ്പെക്റ്റ് ഫോർ ടെറിറ്റോറിയൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി അല്ലേ. പരസ്പരം പരമാധികാരത്തിലും ടെറിറ്റോറിയൽ ഇൻറ്റഗ്രിറ്റിയിലും മ്യൂച്വൽ റെസ്പെക്റ്റ് നൽകുക. ദെൻ മ്യൂച്വൽ നോൺ അഗ്രഷൻ, ആക്രമിക്കാതിരിക്കുക. മ്യൂച്വൽ നോൺ ഇൻ്റർഫറൻസ് ഇൻ ഇൻറ്റേർണൽ അഫയേഴ്സ്, പരസ്പരം നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ ബെനഫിറ്റ്. ദെൻ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. ഇതെല്ലാം എന്തിൽ? പഞ്ചശീലിലെ 5 പ്രിൻസിപ്പിളാണ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്: ബേസിസ് ഓഫ് ഇന്ത്യാസ് റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ്, പ്രൊമോട്ട് പീസ്ഫുൾ ഇൻ്റർനാഷണൽ ഓർഡർ. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് നോൺ അലൈൻമെൻറ്റ്. ഇന്ത്യ റെഫ്യൂസ്ഡ് ടു ജോയിൻ ഐദർ ദ US ഓർ സോവിയറ്റ് ബ്ലോക്ക് ഡ്യൂറിങ് ദി കോൾഡ് വാർ അല്ലേ. കോൾഡ് വാറിൻ്റെ പീരീഡിൽ നമ്മൾ USSRൻ്റെ കീഴിലോ US കീഴിലോ പോയില്ല.
പിന്നെയോ നമ്മൾ നാം എന്ന് പറയുന്ന പുതിയൊരു പോളിസിയാണ് അഡോപ്റ്റ് ചെയ്തത്. ലീഡേഴ്സ് അസോസിയേറ്റഡ് ആരൊക്കെയാണ്? നെഹ്റു, ടിറ്റോ ആൻഡ് നാസർ. കീ ഐഡിയാസ് എന്തൊക്കെയാണ്? ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി, നോ മിലിറ്ററി അലയൻസസ്, ദെൻ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ഇതിൻ്റെ? പ്രൊട്ടക്റ്റഡ് ഇന്ത്യാസ് സോവർണിറ്റി അല്ലേ, നമ്മൾ നമ്മുടെ പരമാധികാരം പ്രൊട്ടക്റ്റ് ചെയ്തു. ദെൻ ഗേവ് ലീഡർഷിപ്പ് റോൾ എമംഗ് ഡെവലപ്പിംഗ് നാഷൻസ്. അടുത്തത് ആൻറ്റി കൊളോണിയലിസം ആൻഡ് ആൻറ്റി ഇമ്പീരിയലിസമാണ്. ഇന്ത്യ strongly opposed colonialism due to its own experience under United Kingdom rule. ഏറെക്കാലം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഇന്ത്യയെ കോളനിവൽക്കരിക്കപ്പെട്ട ആ ഒരു പാസ്റ്റ് നമുക്കുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൊളോണിയലിസത്തിന് എതിരായിരുന്നു. ആക്ഷൻ സപ്പോർട്ടഡ് ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യയിലെ ആഫ്രിക്കയിലെ ഫ്രീഡം മൂവ്മെൻറ്റ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്തു. ഒപ്പോസ്ഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷനിലേക്ക് അപ്പാർട്ടീഡ് ഇൻ സൗത്ത് ആഫ്രിക്കയിലെ വിവേചനം, റേഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരെ നമ്മൾ ശബ്ദം ഉയർത്തി. നെക്സ്റ്റ് നോക്കാം, പീസ്ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. ഇന്ത്യ ബിലീവ്സ് ഇൻ റിസോൾവിങ് കോൺഫ്ലിക്ട്സ് ത്രൂ ഡയലോഗ്സ് റാദർ ദാൻ വാർ. നമ്മൾ കൂടുതലും യുദ്ധത്തെക്കാളും നെഗോഷിയേഷൻസിലാണ് കൂടുതലും നമ്മൾ പ്രാധാന്യം കണ്ടത്. കാരണം നെഗോഷിയേഷൻസിലൂടെ, അതുപോലെ തന്നെ ആർബിട്രേഷനിലൂടെ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ലൈക്ക് UN-ൻ്റെ ഹെൽപ്പോട് കൂടിയൊക്കെ നമ്മൾ മാക്സിമം വാറിലെത്താതെ നമ്മൾ വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇൻഡസ് വാട്ടർ ട്രീറ്റി വിത്ത് പാകിസ്ഥാൻ. ഓക്കെ, അടുത്ത് നോക്കാം, സപ്പോർട്ട് ഫോർ ഇൻ്റർനാഷണൽ ലോ ആൻഡ് ഓർഗനൈസേഷൻ. ഇന്ത്യ റെസ്പെക്ട്സ് ഗ്ലോബൽ റൂൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ ഗ്ലോബൽ റൂൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. റോൾ ഇൻ UN പീസ് കീപ്പിംഗ് മിഷൻസ്, ദെൻ അഡ്വക്കേറ്റിംഗ് ഗ്ലോബൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. നമ്മൾ മെയിൻ ഹെഡിങ് മാത്രം വായിച്ചു വിട്ടാൽ മതി, സപ്പോർട്ട് ഫോർ ഇൻ്റർനാഷണൽ ലോ ആൻഡ് ഓർഗനൈസേഷൻ. ദെൻ ഡിസ്ആർമമെൻറ്റ് ആൻഡ് ന്യൂക്ലിയർ പോളിസി. ഇന്ത്യ പ്രൊമോട്ട്സ് global disarmament but maintains nuclear capability for security. We support nuclear disarmament. അതുപോലെ തന്നെ ഫോളോസ് നോ ഫസ്റ്റ് യൂസ് പോളിസി. അതായത് നമ്മൾ ആദ്യം യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ ന്യൂക്ലിയർ ഡിസ്ആർമമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ, പ്രൊമോഷൻ ഓഫ് വേൾഡ് പീസ്. ഇന്ത്യസ് ഫോറിൻ പോളിസി എയിംസ് അറ്റ് മെയിൻറ്റെയിനിങ് ഗ്ലോബൽ പീസ്, അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ആൻഡ് പ്രൊമോട്ട് കോപ്പറേഷൻ. എട്ടാമത്തത് എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ്. ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് ഇക്കണോമിക് റിലേഷൻ വിത്ത് അതർ നാഷൻ. ട്രേഡ് എഗ്രിമെൻറ്റ്സ് ആയാലും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പിലൂടെയൊക്കെയാണ് ഇത് നമ്മൾ മുന്നോട്ട് നീക്കുന്നത്. അടുത്തത് നൈബർഹുഡ് ഫസ്റ്റ് പോളിസി. നമ്മൾ പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നീ അയൽവക്ക രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമാണ് നിലനിർത്തിക്കൊണ്ടുവരുന്നത്. ദെൻ റീജിയണൽ സ്റ്റെബിലിറ്റി ആൻഡ് കോപ്പറേഷന് നമ്മൾ പ്രാധാന്യം നൽകുന്നു. അതാണ് അതിൻ്റെ ലക്ഷ്യം. പത്താമത്തെ സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഡേൺ എക്സ്റ്റൻഷൻ ഓഫ് നോൺ അലൈൻമെൻ്റ് ആണ്. നാമിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഫ്രീഡം ടു ടേക്ക് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ, സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫോറിൻ പോളിസിയായിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.